Welcome to BSc Main Physics, Semester 6, Paper 2 Nuclear and Particle Physics, Unit 4 Nuclear Reactions Continuation. And today the topic is conservation laws in nuclear reaction. Conservation laws in nuclear reaction, and also we study reaction rate, nuclear reaction rate, and this is class number 27, Semester 6, BSc Main Physics. So we can see what are conservation laws in nuclear physics, in nuclear reaction. Conservation laws in nuclear reaction. You understand conservation laws in nuclear reaction. They are also called conservation theorems. Conservation theorems in nuclear reaction. Consider the following nuclear reaction. 5B10 plus 2H4 gives 7 and 14. Again it gives 6C13 plus 1H1 plus Q. And the middle one, 7 and 14, is a nuclear isomer. That is a common nucleus. A nitrogen nucleus in higher energy state, nuclear isomer. And that is called a common nucleus. Initially, boron and helium combine together to form a nitrogen isotope. And thereafter, it emits a particle, proton, and converts into carbon isotope. And this is a typical nuclear reaction. And using this reaction, we explain the important conservation laws in nuclear reaction. So consider the following reaction. Nuclear reaction 5B10 plus 2H4 gives compound nucleus 714, which again converts into carbon 13, emitting a proton, hydrogen nucleus, and there is some nuclear reaction energy Q value. This equation shows boron is bombarded with alpha particle. A common nucleus 7 and 14 star is produced, and later it converts into a carbon isotope emitting a proton. ഒരു പ്രോട്ടോൺ എമിറ്റ് ചെയ്തിട്ടാണ് കോമ്പൗണ്ട് ന്യൂക്ലിയസ് കാർബൺ ഐസോട്ടോപ്പായിട്ട് മാറുന്നത്. പ്രോട്ടോണാണ് ഔട്ട് ഗോയിങ് പാർട്ടിക്കിൾ. The reaction can be also represented as, നമ്മൾ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോം ഉണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ്. The reaction can be also represented as B10 alpha P C13. That is, the target is boron 10. The projectile particles 2H4 alpha. The outgoing particle is proton 1H1, and the product nucleus is C13. Using this reaction, the conservation laws in nuclear reaction can be explained as follows. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ വെച്ചുകൊണ്ട് നമുക്ക് കൺസർവേഷൻ ലോസ് ഇനി പറയുന്ന രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, സ്റ്റേറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് കൺസർവേഷൻ ലോസ് എന്ന് നോക്കുക. നമ്പർ 1, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറാണ്, അതായത് പ്രോട്ടോണിൻ്റെ എണ്ണം. അതിൻ്റെ ചാർജ് അതാണ് ഉദ്ദേശിക്കുന്നത്, പ്രോട്ടോണിൻ്റെ എണ്ണം. ആ പ്രോട്ടോണിനാണ് ചാർജ് ഉള്ളത്, പോസിറ്റീവ് ചാർജ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ദ ടോട്ടൽ ചാർജ് ഈസ് കൺസർവ്ഡ് ഇൻ എവറി ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻ. എല്ലാത്തരം ന്യൂക്ലിയർ റിയാക്ഷനിലും ഈ ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആയിരിക്കും. ഏത് ന്യൂക്ലിയർ റിയാക്ഷനിലും ടോട്ടൽ ചാർജ് കൺസർവ്ഡ് ആയിരിക്കും. ഇൻ ദി അബോവ് റിയാക്ഷൻ ദർ ആർ 7 പ്രോട്ടോൺസ്, അതായത് അറ്റോമിക് നമ്പർ കൂട്ടിയെടുക്കുന്നതാണ്. ദർ ആർ 7 പ്രോട്ടോൺസ് ചാർജസ് ഇനിഷ്യലി ആൻഡ് ഓൾസോ ഇൻ ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ പ്രോഡക്റ്റുകളിലും അതുപോലെ തന്നെ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ അതുപോലെ തന്നെ ടാർഗറ്റ് ന്യൂക്ലിയസ്. അപ്പോൾ അപ്പുറം ഇപ്പുറവും ആരോഗ്യം അപ്പുറം ഇപ്പുറവും നമ്മൾ പ്രോട്ടോണിൻ്റെ എണ്ണം അറ്റോമിക് നമ്പർ കൂട്ടിയാൽ സെയിം ആണെന്ന് കാണാം, ചാർജ് സെയിം ആണെന്ന് കാണാം. ഇതിനെ കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. രണ്ടാമത്തെ ലോ, ദ സെക്കൻഡ് ലോ ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോണിൻ്റെ എണ്ണം, അതായത് മാസ് നമ്പറിൻ്റെ എണ്ണമാണ്, മാസ് നമ്പറാണ്. Law of conservation of nucleons. The total number of nucleons entering and leaving the reaction is a constant. അപ്പോൾ തുടക്കത്തിലുള്ളതും അവസാനം വരുന്നതുമായ ന്യൂക്ലിയോണിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റ് ആണ്. ഇൻ ദി അബോവ് റിയാക്ഷൻ വി സീ 14 ന്യൂക്ലിയോൺസ് അറ്റ് എവരി സ്റ്റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ എല്ലാ സ്റ്റേജിലും, ഇനിഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും മാസ് നമ്പർ വാല്യൂ
അതായത് ന്യൂക്ലിയോണിൻ്റെ എണ്ണം, ന്യൂക്ലിയോണിൻ്റെ എണ്ണം 14, 7 and 14 എന്ന് പറയത്തില്ലേ, ആ 14 ആയിരിക്കും. ഇനി മൂന്നാമത്തെ കൺസർവേഷൻ ലോ, തേർഡ് കൺസർവേഷൻ ലോ, കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. ശരിക്കും പറഞ്ഞാൽ അത് 2 ലോ ഉണ്ട്, നമ്മൾ ഒരുമിച്ച് പറയുകയാണ്. കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് എനർജി. The total mass and total energy are conserved in a nuclear reaction, but K is not conserved. K conserved അല്ല, പക്ഷേ ടോട്ടൽ എനർജി കൺസർവ്ഡ് ആണ്. ടോട്ടൽ എനർജി ആൻഡ് ടോട്ടൽ മാസ് ആർ കൺസർവ്ഡ്. K is not conserved, and this is called conservation law of mass and energy. Now comes law of conservation of parity. You know, parity is another term relating nuclear reaction nucleus. Net parity before the reaction is equal to net parity after the reaction. പാരിറ്റി വയലേഷൻ ഇല്ല. എല്ലാ ന്യൂക്ലിയർ റിയാക്ഷനിലും പാരിറ്റി കൺസർവ്ഡ് ആണ്. പാരിറ്റി വയലേഷൻ എന്ന് പറയുന്ന സംഗതി വരുന്നില്ല. ആദ്യമുള്ള പാരിറ്റി തന്നെയായിരിക്കും അവസാനമുള്ള പാരിറ്റിയും. PARITY. Number 3, law of conservation of momentum. മൊമെൻറ്റം കൺസർവേഷൻ ആണ് അടുത്ത പ്രധാനപ്പെട്ട കൺസർവേഷൻ ലോ. ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആൻഡ് ഐസോട്ടോപ്പിക് സ്പിൻ. ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആൻഡ് ഐസോട്ടോപ്പിക് സ്പിൻസ് ആർ കൺസർവ്ഡ് ഇൻ ദി ന്യൂക്ലിയർ റിയാക്ഷൻ. അതായത് ലീനിയർ മൊമെൻറ്റവും ആംഗുലർ മൊമെൻറ്റവും ഓർബിറ്റൽ അല്ലെങ്കിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റവും അതുപോലെ ഐസോട്ടോപ്പിക് സ്പിൻ ആംഗുലർ മൊമെൻറ്റം ഇവയെല്ലാം കൺസർവ്ഡ് ആണ് ന്യൂക്ലിയർ റിയാക്ഷനിൽ. ലീനിയർ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആൻഡ് ഐസോട്ടോപ്പിക് സ്പിൻസ് ആർ കൺസർവ്ഡ് ഇൻ എ ന്യൂക്ലിയർ റിയാക്ഷൻ. അത് ഇനിഷ്യൽ സ്പിൻ ഈസ് ഫൈനൽ സ്പിൻ, ഇനിഷ്യൽ ഐസോട്ടോപ്പിക് സ്പിൻ ഈസ് ഫൈനൽ ഐസോട്ടോപ്പിക് സ്പിൻ, അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോസ് ഇൻ ന്യൂക്ലിയർ ഫിസിക്സ്, ന്യൂക്ലിയർ റിയാക്ഷൻ. അല്ലെങ്കിൽ ചോദിക്കുക സ്റ്റേറ്റ് എനി 2 കൺസർവേഷൻ ലോസ്. ഇവിടെ നമ്മൾ 4 എണ്ണമായിട്ടാണ് മൂന്ന് ലോ ആയിട്ടാണ് നമ്മളിവിടെ കൺസർവേഷൻ ലോ ആയിട്ടാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും 2 എണ്ണമായിട്ട് ചോദിക്കാം പരീക്ഷയ്ക്ക്. സ്റ്റേറ്റ് എനി 2 കൺസർവേഷൻ ലോസ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ, അങ്ങനെ ചോദിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിയർ റിയാക്ഷൻ റേറ്റ്. ഇതാ ന്യൂക്ലിയർ റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ പോലുള്ള കേസിലാണ് പറയുന്നത്. എങ്കിലും ഏത് റിയാക്ഷനും ഈ റിയാക്ഷൻ റേറ്റ് പറയാവുന്നത്. ന്യൂക്ലിയർ റിയാക്ഷൻ റേറ്റ്. ദി റിയാക്ഷൻ റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ 1 cubic centimeter per second. ഒരു ക്യൂബിക് 1 cc വസ്തുവിൽ എത്ര റിയാക്ഷൻ 1 സെക്കൻഡിൽ സംഭവിക്കും, അതിനെയാണ് നമ്മൾ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടാർഗറ്റിൻ്റെ 1 cc എടുത്താൽ അതിനകത്ത് 1 സെക്കൻഡിൽ എത്ര ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കും, അതിനെയാണ് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. ഇൻ എ ടിപ്പിക്കൽ റിയാക്ടർ ദ റിയാക്ഷൻ റേറ്റ് ഈസ് അബൌട്ട് 10⁻20 ഫിഷൻസ് പെർ സെക്കൻഡ്. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറിൽ റിയാക്ഷൻ റേറ്റ് 1 സെക്കൻഡിൽ 10⁻20 ആണ്. ഇനി ഇതിനെപ്പറ്റി ഈ 1-2 സെൻറ്റൻസുകളും പറയാം. ദ നോളജ് ഓഫ് ദി ന്യൂട്രോൺ ഫ്ലക്സ്. എന്താ ന്യൂട്രോൺ ഫ്ലക്സ്? ദ ടോട്ടൽ പാത്ത് ലെങ്ത് ഓഫ് ഓൾ ദി ന്യൂട്രോൺസ് ഇൻ എ ക്യൂബിക് സെൻറ്റിമീറ്റർ ഇൻ എ സെക്കൻഡ്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ cc ഇൻ എ സെക്കൻഡ്, അതാണ് ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് പറയുന്നത്. ന്യൂട്രോൺ ഫ്ലോ പെർ യൂണിറ്റ് ഏരിയ ഇൻ സെക്കൻഡ്. ആ നോളജ് ഓഫ് ന്യൂട്രോൺ ഫ്ലക്സ്, the meaning is total path length of all the neutrons in a cubic centimeter in a second, and the microscopic cross sections. എന്താണ് microscopic cross section? That include the probability of having, microscopic cross section means the probability of having an interaction per centimeter path length, allows us to compute the rate of interactions. Rate of interaction means rate of fission reactions. അപ്പോൾ എത്ര
ഫിഷൻ റിയാക്ഷൻ നടക്കും. അതിന് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്, റേറ്റ് ആശ്രയിക്കുന്നത് ഈ മൈക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷനെയും പിന്നെ ന്യൂട്രോൺ ഫ്ലെക്സിനെയാണ്. ന്യൂട്രോൺ വരുന്നത് ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ്റെ കാര്യത്തിലാണ്. എത്ര ന്യൂട്രോൺ വരും, എത്ര ഈ പ്രൊജക്റ്റൈൽ പാർട്ടിക്കിൾ വരും, എത്ര ടാർഗറ്റ് ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ, ഇതിനെയാണ് ഈ റിയാക്ഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The reaction rate, the number of interactions taking place in that cubic centimeter in 1 second. The reaction rate is given by multiplying them together. അതായത് ഫ്ലക്സും അതുപോലെ സിഗ്മ ക്രോസ് സെക്ഷനും, ഫ്ലക്സ് ന്യൂട്രൺ ഫ്ലക്സും ക്രോസ് സെക്ഷനും ന്യൂക്ലിയർ ക്രോസ് സെക്ഷനും ന്യൂക്ലിയർ കൊളീഷൻ ക്രോസ് സെക്ഷനും ഗുണിക്കുന്നതാണ് റിയാക്ഷൻ റേറ്റ് RR. റിയാക്ഷൻ റേറ്റ് RR ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു സിഗ്മ. ഫൈയെ വിളിക്കുന്ന പേര് ന്യൂട്രൺ ഫ്ലക്സ്, സിഗ്മയെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ ക്രോസ് സെക്ഷൻ. ദാറ്റ് ഈസ് 5 ഇൻറ്റു N സിഗ്മ. ഈ ക്രോസ് സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ ഉടനെ പറയും. ആ ന്യൂക്ലിയർ ക്രോസ് സെക്ഷൻ N സിഗ്മ എന്ന് പറയും. അതായത് N എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, പിന്നെ സിഗ്മ ഈ ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ക്രോസ് സെക്ഷൻ പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ പറയുന്നുണ്ട്, അതിൻ്റെ മീനിങ് പറയുന്നുണ്ട്. വേർ 5 is the neutron flux, neutrons in centimeter second raised to -2 second raised to -1 number of particles per centimeter square per second. Sigma microscopic cross section ആണ്. Capital sigma macroscopic cross section and small sigma is microscopic cross section. അതായത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയും നമ്മൾ ഈ സ്മോൾ സിഗ്മ കൊണ്ട് ഗുണിച്ചാൽ ക്യാപിറ്റൽ സിഗ്മ കിട്ടും. N അറ്റോമിക് നമ്പർ ഡെൻസിറ്റി, ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്ഡ്. N ഈസ് ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്ഡ്. സ്മോൾ n എഴുതിയാലും മതി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ന്യൂക്ലിയർ റിയാക്ഷൻ റേറ്റ്, ഗീവ് ഇറ്റ്സ് ഇക്വേഷൻ. ആ ഇക്വേഷനാണ് മൗലിക നമ്മൾ എഴുതിയത്. അതായത് N5 എൻസ് ക്യാപിറ്റൽ സിഗ്മ. ഇവിടെ നോക്കൂ, അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ഒന്നുകൂടി നോക്കാം നമുക്ക്. RR റിയാക്ഷൻ റേറ്റ് RR ഈസ് 5 സിഗ്മ ക്യാപിറ്റൽ സിഗ്മ. ക്യാപിറ്റൽ സിഗ്മയെ മാക്രോസ്കോപ്പിക് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് 5 ന്യൂട്രോൺ ഫ്ലക്സ് എന്ന് പറയും. ദാറ്റ് ഈസ് 5 N സിഗ്മ. ന്യൂട്രോൺ ഫ്ലക്സ് ഇൻറ്റു N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് ഇൻറ്റു microscopic cross section. Capital sigma is N into small sigma. That you will study separately. So the question may be like this: explain reaction rate, give its equation. Explain nuclear reaction rate, give its equation. And that is solved with your 27th class on nuclear physics. Thank you very much.